നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഛർദിയെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ച 5 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. വണ്ടിപ്പെരിയാർ സ്വദേശി ഷിജോയുടെ മകൾ ആര്യയാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് ഛർദിയെ തുടർന്ന് വള്ളക്കടവിലെ സ്വകാര്യ ആശുപത്രിയിൽ കുട്ടി എത്തിച്ചിരുന്നു. ഇവിടെ നിന്ന് പ്രാഥമിക ചികിത്സ നൽകി വീട്ടിലേക്ക് പറഞ്ഞുവിട്ടു. എന്നാൽ വീട്ടിലെത്തിയ കുട്ടി വൈകുന്നേരം ഭക്ഷണം കഴിച്ച ശേഷം കിടന്നുറങ്ങി. എങ്കിലും വീണ്ടും ഛർദിക്കുകയായിരുന്നു. തുടർന്ന് കുട്ടിയെ അതേ ആശുപത്രിയിലേക്ക് തന്നെ ചികിത്സയ്ക്കായി എത്തിക്കുകയായിരുന്നു. ഇവിടെ നിന്ന് പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി പീരുമേട് താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് കുട്ടി മരിച്ചത്. ഇന്നലെ പകൽ സമയത്ത് മുത്തച്ഛനോടൊപ്പം കുട്ടി ഗവിയിലേക്ക് പോയിരുന്നു. അവിടെ നിന്ന് ഐസ്ക്രീം വാങ്ങി കഴിച്ചതായി വീട്ടുകാർ പറയുന്നു. തിരികെ വീട്ടിലെത്തിയ ശേഷമാണ് കുട്ടിക്ക് ഛർദി ഉണ്ടായത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാകുമെന്ന് ഡോക്ടർ അറിയിച്ചു. കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇടുക്കി മെഡിക്കൽ കോളേജിലോ കോട്ടയം മെഡിക്കൽ കോളേജിലോ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടത്തും. ശേഷം കുടുംബത്തിന് വിട്ടു നൽകും. അതിനിടെ മൂക്കിൽ നിന്നും രക്തമൊലിക്കുന്ന കുഞ്ഞിനെയും കൊണ്ട് 3 സർക്കാർ ആശുപത്രികൾ കയറിയിറങ്ങിയിട്ടും ചികിത്സ കിട്ടാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. കരമന സ്വദേശിയായ അനുഷയുടെ മകൾ ഗൗരി നന്ദയ്ക്കാണ് ഈ ദുരനുഭവം ഉണ്ടായത്. രക്തമൊലിക്കുന്ന ഒരു കുട്ടിയെ കൊണ്ടുവരുമ്പോൾ ഇങ്ങനെയാണോ പെരുമാറുന്നത്? റഫർ ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തിക്കുമ്പോഴേക്കും കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആരാണ് ഉത്തരവാദി എന്ന് അനുഷ ചോദിക്കുന്നു. കുഞ്ഞിനെയും കൊണ്ട് 3 സർക്കാർ ആശുപത്രികൾ കയറിയിറങ്ങിയിട്ടും ചികിത്സ കിട്ടിയിരുന്നില്ല. പിന്നീട് സ്വകാര്യ ആശുപത്രിയിൽ നിന്നുമാണ് ചികിത്സ കിട്ടിയത്. മൂക്കിൽ നിന്ന് ചോരയൊലിപ്പിച്ചാണ് ട്യൂഷൻ സെന്ററിൽ നിന്ന് ഗൗരി നന്ദ ഓടി വന്നത്. ശനിയാഴ്ച 10 മണിയോടെ കുഞ്ഞിനെയും വാരിപ്പിടിച്ച് അനുഷ ആദ്യം എത്തിയത് തൈക്കാട് ആശുപത്രിയിലേക്കാണ്. ഡോക്ടറെ കണ്ടത് 11:50ഓടെ. മാസ്ക് മാറ്റി നോക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ജനറൽ ആശുപത്രിയിൽ ENT ഉണ്ട്, അവിടേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു. ജനറൽ ആശുപത്രിയിൽ എത്തിയത് 12:45-ന്. SITയിലേക്ക് കൊണ്ടുപോകുന്നതാണ് നല്ലതെന്ന് അവിടെ നിന്നും ലഭിച്ച മറുപടി. തുടർന്ന് പുലർച്ചെ 1:39ഓടെ തിരുവനന്തപുരം SITയിലെത്തി. അവിടെ നിന്നും റെഫർ ചെയ്തത് മെഡിക്കൽ കോളേജിലേക്ക്. മെഡിക്കൽ കോളേജ് എത്തിച്ചപ്പോൾ 2:10 കഴിഞ്ഞു. അവിടെയാണെങ്കിൽ ENTയും ഇല്ല. ഡോക്ടർ തിങ്കളാഴ്ചയുള്ളൂവെന്ന് മറുപടി. ഒടുവിൽ 2:30ഓടെയാണ് സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിയത്. 3 സർക്കാർ ആശുപത്രികൾ കയറിയിറങ്ങിയിട്ടും നടക്കാത്തത് അവിടെ നടന്നു. കുട്ടിക്ക് സൈനസ് അണുബാധയാണെന്ന് ഇവിടുത്തെ പരിശോധനയിൽ ഡോക്ടർ കണ്ടെത്തിയത് അനുഷ പറഞ്ഞു. മറ്റൊരു സംഭവത്തിൽ ചടയമംഗലത്ത് പോലീസ് ഉദ്യോഗസ്ഥനെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പാങ്ങോട് പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ബിനു ആണ് മരിച്ചത്. ഔട്ട് ഹൌസിലെ ഫാനിൽ തൂങ്ങിയാണ് മരണം. സംഭവ സമയത്ത് വീട്ടിൽ അമ്മയും ഭാര്യയും ഉണ്ടായിരുന്നു. എന്താണ് മരണകാരണമെന്ന് വ്യക്തമല്ല. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടുകാർക്ക് വിട്ടു നൽകും. സംസ്ഥാനത്ത് പോലീസുകാർ ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങൾ ദിനംപ്രതി വർദ്ധിക്കുകയാണ്. പോലീസുകാരുടെ ആത്മഹത്യ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനും കൂടി മരിച്ച വാർത്ത പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.